ഓരോ മാസങ്ങളിലും ഓരോന്ന് കൊണ്ടുവരികയാണ്. ദീനിൽ ഇല്ലാത്തതായിരിക്കും. റബീഉൽ അവ്വൽ വന്നാൽ ഒരു പ്രത്യേക സ്നേഹമാണ്. കാരണം നബി മരിച്ച റബീഉൽ അവ്വൽ 12 മുണ്ടൂല. ഖുതുബയിലൊക്കെ വഫാത്തിനെ കുറിച്ചാണ് അറബിയിൽ സംസാരിക്കുന്നത്. സാധുക്കൾ കേൾക്കണില്ല, മനസ്സിലാക്കണില്ല. കുറെ ഉറങ്ങണ്, കുറെ അപ്പുറത്തും ഇപ്പുറത്തും ബക്കറ്റ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞൊക്കെ എല്ലാവരും ഇറങ്ങി പോരുന്നു. എന്നാൽ ഖുതുബ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ഖുതുബ വഫാത്തുൻ നബിയായിരുന്നു. അതിന് അറബി പറയണം, ആ അറബിയിൽ വായിച്ചു നോക്കണം, അപ്പോൾ മനസ്സിലാവും. ശേഷം പിന്നെ എങ്ങനെയാണ് ജന്മദിനം ആഘോഷിക്കാൻ പറ്റുക? റബീഉൽ അവ്വലിൽ പള്ളികളിൽ വെച്ചുകൊണ്ട് വരെ നബിയോട് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക കദഹസൻതു വന്നി യാ ബശീറു യാ നദീറു. മദ്ഹാന വിചാരിച്ചത്, അങ്ങയുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു നബിയേ, പാപങ്ങൾ പുറത്തു തരണേ. ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തുകാരനായ ഒരു ചങ്ങാതി പാട്ടുപാടി, ഞങ്ങളെ പടച്ചോനാണ് മടവൂരിൽ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് വർത്താനങ്ങൾ പറയുന്നത്? ഞങ്ങൾ മടവൂരിനെ മദ്ഹ് പാടിയതാണ്. ഇത് മദ്ഹാവൂല, പറയാൻ പാടില്ലാത്തത് പറയരുത്. നബിനെ കുറിച്ചായാലും അത് പറയരുത്. എന്നാൽ ഇവിടെ ആലോചിച്ച് നോക്കൂ, റബീഉൽ അവ്വലിൽ പാടിക്കൊണ്ടിരിക്കുന്ന വരികളിലെ അബദ്ധം എത്ര വലുതാണെന്ന് ആലോചിക്കുക. അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. പ്രയാസം മാറ്റിത്തരുന്ന നബിയേ, വിഷമങ്ങൾ തീർക്കുന്ന നബിയേ, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന നബിയേ, നിങ്ങൾക്ക് സലാം. എത്ര ആപത്താണ് കൊണ്ടുനടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാമാണ് നാട്ടിൽ നടക്കുന്നത്. പള്ളിയിൽ നടക്കുന്നതിന് പുറമെ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കാണുന്ന രംഗങ്ങൾ. നമ്മളൊക്കെ നാട്ടിൽ ഇതാണോ പ്രവാചക സ്നേഹം? ഇങ്ങനെയായിരുന്നു നബിനെയൊക്കെ സ്നേഹിച്ചിരുന്നത്, ഇങ്ങനെയായിരുന്നു നമ്മൾ സ്നേഹിക്കേണ്ടത്. അത് കഴിഞ്ഞ് അടുത്ത മാസം റബീഉൽ ആഖിർ വരുന്നതോടെ നമ്മുടെ നാട്ടിൽ പേരിലായി ഒരുപാട് പോത്തുകളെ കൊണ്ടുവരാ. വലിയൊരുന്നാ കറക്കാത്ത മഹല്ല്. അതേ ജീലാനിന്റെ ദിവസം വരുമ്പോൾ 10-20 പോത്തിനെ കൊണ്ടുവന്ന് ഓരോരുത്തരും കൂറ്റന്മാരെ കൊണ്ടുവന്ന് ഇറക്കുക. ജീലാനിയുടെ ഉറൂസ്, ജീലാനിയുടേതായ ആണ്ട് നേർച്ചകൾ നടത്തുകയാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ജനങ്ങളങ്ങ് ചെയ്തു കൂട്ടുകയാണ്. ആ മനുഷ്യൻ എഴുതിയ പ്രസിദ്ധമായ ഫതുഹുൽ റബ്ബാനിയിലും ഫതുഹുൽ ഗൈബിലും അൽ ഗുനിയയിലും ഇത്തരം പരാമർശങ്ങളൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. പിൽക്കാലത്ത് ചില മനുഷ്യന്മാർ ഖാദിരിയ ത്വരീഖത്തിന്റെ വക്താക്കൾ മാലകൾ എഴുതിയുണ്ടാക്കി, കുത്തുബിയ്യത്ത് എഴുതിയുണ്ടാക്കി. എന്നിട്ട് അവിടെയെല്ലാം ആ ഷെയ്ഖിനെ വിളിച്ചാണ് പറയുന്നത്. കുത്തുബിയ്യത്തുകാരൻ പറയുന്നുണ്ട്. അവിടേക്ക് നമ്മൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലക്ക് ദീനിലില്ലാത്ത പുതിയ പുതിയ മാമൂലുകൾ, ആചാരങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, ആലമൗലൂദുകൾ ഉണ്ടാക്കിയതാരാ, എന്നുണ്ടാക്കിയതാ? കുത്തുബിയ്യത്തുണ്ടാക്കിയതാരാ, എന്നുണ്ടാക്കിയതാ? ഹദ്ദാദു റാത്തീബിന്റെ പഴക്കം എത്രയാ? സ്വലാത്ത് വാർഷികത്തിന്റെ പഴക്കം എത്രയാ? നൂറെ ഹബീബിന്റെ കാലപ്പഴക്കം എത്രയാ? നൂറെ അജ്മീറിന്റെ പഴക്കം എത്രയാ? സ്വലാത്തുൽ ഫാത്തിഹിന്റെ പഴക്കം എത്രയാ? അറിവിൻ നിലാവിന്റെ പഴക്കം എത്രയാണ്? ഇവർക്കൊക്കെ എത്ര പഴക്കം പറയാനുണ്ട്? 1400 പറയാനുണ്ടോ? നമ്മളെ ഖുർആനിന്റെയും ഹദീസിന്റെയും പോരിശ അത് പഴക്കമേറിയതാണ്. 1400ന്റെ പഴക്കമുണ്ട്. പിന്നെ ഇതൊക്കെയോ മാക്സിമം 600-700 കൊല്ലത്തിന്റെ പഴക്കമുള്ളൂ. നബി കണ്ടിട്ടില്ല, സ്വഹാബിമാരെ കണ്ടിട്ടില്ല, മദ്ഹബിന്റെ ഇമാമികൾ കണ്ടിട്ടില്ല, മാലി കണ്ടിട്ടില്ല, ഹദ്ദാദ് കണ്ടില്ല, റാത്തീബ് അറിയില്ല, കുത്തുബിയ്യത്ത് അറിയില്ല, കുത്തറാത്തീബ് അറിയില്ല. ഇതൊന്നും ഇവർക്കാർക്കും അറിയില്ല. എന്തുകൊണ്ടാണ് ഇതിലുള്ള പ്രശ്നം? ഇവ ദീനിൽ പെടാതെ പോയത് എന്തുകൊണ്ടാ? നബി തങ്ങൾ പഠിപ്പിച്ചതിലില്ല, സ്വഹാബത്ത് കണ്ടിട്ടില്ല, സലഫുകളായ 3 നൂറ്റാണ്ടിലെ മനുഷ്യന്മാർക്ക് ഇത് പരിചയമില്ല. 6 ഹദീസ് എഴുതിയ പണ്ഡിതന്മാർക്കും ഇത് കാണാൻ കഴിഞ്ഞിട്ടില്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ഇത്തരത്തിലുള്ള യാതൊരു കൃതികളും അവർ കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ പോരിശയായി വീടുകളിൽ ഇരുന്ന് ഓതിക്കൊണ്ടിരിക്കുക. കുത്തുബിയ്യത്തൊക്കെ ഇരുന്ന് ഓതുന്ന മനുഷ്യന്മാരാലോചിക്കും, 12 റക്അത്ത് നിസ്കരിച്ച് ഒളുണ്ടാക്കി നിസ്കരിച്ചിട്ട് ഭക്തിയിൽ ഇരുന്നിട്ട് 1000 തവണ യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഹാദിറു ഹാദിറു ഇമ്മജ്ലിസിൽ ഹാദിറു 1000 തവണ വിളിക്കുന്നത്. അല്ലാന്നല്ല, റബ്ബേ എന്നല്ല, റഹ്മാനേ എന്നല്ല, മുഹിയുദ്ദീൻ ഷെയ്ഖേ എന്നാ വിളിക്കുന്നത്. ഇത് പറയാൻ എന്താ പേടി? ചോദിച്ചു നോക്കിയും പോയവർക്കറിയാലോ. ഇവിടെയൊക്കെ പോയ ആൾക്കാർ, ഇതിൽ തഴമ്പിച്ച ആൾക്കാർ ഇരിക്കണ്ടല്ലോ. ഇതെന്നെ വിളിക്കുന്നത്. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഒറ്റയ്ക്കിരുന്ന് വിളിച്ച ഉത്തരം കിട്ടും. അഹ്മദുൽ കബീർ റിഫായി വരാൻ വേണ്ടി ഇത്തരത്തിലുള്ള സ്റ്റേജ് കെട്ടിയിട്ട് രാത്രി 9 മണിക്ക് ശേഷം തുടങ്ങും റിഫായി ഷെയ്ഖ് വരാൻ. എപ്പോഴാണ് വരിക? കുത്തറാത്തീബ് നടത്തിയിട്ട് ശരീരത്തിൽ ഇങ്ങനെ കത്തിയെടുത്ത് മുറിക്കുമ്പോഴാണ് റിഫായി ഷെയ്ഖ് വരിക. ഇസ്ലാമിലില്ല. ഷിയാക്കൾക്ക് പലതുണ്ട്, മുസ്ലിങ്ങൾക്ക് ഉണ്ടാവില്ല. കുത്തറാത്തീബ്
എന്തൊക്കെ മാമൂലുകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാന്റെ ഖുർആൻ പറയാണ്, ഇത് സൂക്ഷിക്കണം, ഇത് സൂക്ഷിക്കണം. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കൈകൊണ്ട് വ്യക്തഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുന്നവർക്ക് നാശം. സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇതൊക്കെ അള്ളാന്റെ കന്ന് വന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് നാശം. എന്തിനാ അതൊക്കെ ഉണ്ടാക്കുന്നത്? ലിയശ്തറൂ ബിഹി സമനൻ ഖലീല, തുച്ഛമായ വിലക്കത് വിൽക്കാൻ വേണ്ടിയാണല്ലോ. ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട് ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയത് നാശമാണ്. വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, അതുകൊണ്ട് സമ്പാദിക്കുന്നവർക്കും നാശമാണ്. ഇത് പറ്റിക്കാം. ദീനോണ്ട് പൈസ ഉണ്ടാക്കുക, സ്വലാത്തോണ്ട് പൈസ ഉണ്ടാക്കുക, അതിന് ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ട് പണം ഉണ്ടാക്കുക. ദിക്ർ ബോക്സ്, സ്വലാത്ത് പെട്ടി, നേർച്ചപ്പെട്ടി, പെട്ടി തന്നെ കാര്യമായിട്ട്. മക്കാമുകളും ദർഗകളും ഉറൂസുകളും എന്തും എടുത്ത് നോക്കിക്കോ. ജനങ്ങളുടെ ആ ഈമാനികമായ ആവേശത്തിൽ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കി പണം പിരിച്ച് ഇസ്ലാമിലെ സ്വലാത്ത് ചെല്ലുന്ന വ്യക്തിക്ക് എവിടെ പൈസ ഉണ്ടാവില്ല. അതൊക്കെ ഡയറക്റ്റ് അവിടെ എത്തും. ഇസ്ലാമിൽ ഇല്ലാത്തത് ചൊല്ലിയാൽ നിങ്ങൾ പൈസ കൊണ്ടുവരും. ഇസ്ലാമിലില്ലാത്ത ഈ മാമൂലുകൾ ചെയ്യുമ്പോൾ പണ്ഡിതന്മാർക്ക് എന്താ ഗുണം? അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ട്. പലയിടത്തും ഇത്തരം മജ്ലിസുകൾ നിർത്തിപ്പോയിട്ടുണ്ട്. പലയിടത്തും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ പെരുകിയിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ പുല്ലൂക്കര അങ്ങാടിയിൽ ഇവിടെ ഇരിക്കുന്നവരോട് പറഞ്ഞില്ല എന്ന് അറിയിക്കരുത്, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്, ധാരാളമുണ്ട്. എന്താണ് ഓലെ പണി? ലയകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കും, തിന്നുകൊണ്ടിരിക്കും. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യും. ഫബശ്ശിരുഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. ആയത്തിന്റെ അവസാനം കൊടുത്ത വാക്ക, നരകത്തിന്റെ വേദന ഉണ്ടെന്ന് അവരെ അറിയിക്കണം. സൂറത്ത് തൗബയിലെ 34-ാമത്തെയും 35-ാമത്തെയും ആയത്ത ആലോചിച്ചോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട മുടി ആർക്കാണ് ഇവിടെ സംശയമുള്ളത്? സംശയമില്ല. എന്നാൽ ബോംബെയിലെ ഒരു ജാലിയൻ വാലയുടെ കയ്യിൽ നിന്നൊരു മുടി കിട്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ഒരാൾ അത് കൊണ്ടുവന്നിട്ട് ഇത് നബിന്റെ മുടിയാണെന്ന് പറഞ്ഞ് അതുണ്ടാക്കാൻ 40 കോടിയുടെ പള്ളി ഉണ്ടാക്കിയ ആ മനുഷ്യൻ, ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ, ശരി, അദ്ദേഹം ഈ വെള്ളം, ഈ മുടിയിട്ട വെള്ളം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്തു. എത്രയായിരുന്നു പൈസ മേടിച്ചത്? ഒരു ലേശം വെള്ളത്തിന് 25,000 രൂപ ഈടാക്കി ജനങ്ങളേക്കുന്നത്. ഇത് പൈസ പിടിക്കാനുള്ള മാർഗമാണ്. നബിയുടെ മുടിയിട്ട വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏത് സാധാരണക്കാരനും ലോൺ എടുത്തിട്ട് കൊണ്ടു പോകൂലേ? ജനങ്ങളേക്കെന്ന് ചൂഷണം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, അതൊക്കെ ഒറിജിനൽ അല്ല, അതൊക്കെ ഫേക്കാണ്, അതൊന്നും നമുക്ക് നോക്കണ്ട, ഞങ്ങളടുത്ത് ഒറിജിനൽ ഉണ്ട്, ഫ്രീ ആയിട്ട് തരൂല, ഞങ്ങൾ വില കുറച്ചിട്ടുണ്ട്, ഇത് ഹൈപ്പർ മാർക്കറ്റിന്റെ മത്സരം മാതിര, ഞങ്ങൾ 10,000 രൂപക്ക് തരാം. ഇവരൊക്കെ എവിടെ പോയി? ഇപ്പൊ എന്താ മുടിവെള്ളം കൊണ്ട് വരാത്തത്? ഇത്തരത്തിൽ 100 കണക്കിന് തസ്ബിഹകളിൽ കൃത്യമായി പണ്ഡിതന്മാർ എഴുന്നേറ്റ് നിന്ന് പ്രബുദ്ധരാക്കിയപ്പോ ചോദ്യം വരാൻ തുടങ്ങി. പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഹക്കില്ലാതെ ജീവിക്കാൻ കഴിയില്ല, ബാത്തിൽ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, പരാജയപ്പെട്ടിരിക്കും. പിന്നീട് എത്ര സദസ്സുകളിലാണ് അവിടെ ഓരോന്ന് ലേലം ചെയ്യുക. ഈ അടുത്ത് കോഴിമുട്ട 5 രൂപന്റെ കോഴിമുട്ട ലേലം ചെയ്യണം 115 രൂപ. ഒരു ആപ്പിൾ, തങ്ങൾ ഊതിയ ആപ്പിളാണ് എന്ന് പറഞ്ഞിട്ട് 114 രൂപ. ഒരാപ്പിളിന് 114 രൂപ. പരീക്ഷാ സമയത്ത് തങ്ങൾ ഊതിയ പേനയാണ്, ഇതുകൊണ്ട് എഴുതിയ പരീക്ഷയ്ക്ക് പാസ്സാകും പറഞ്ഞ് 333 രൂപയ്ക്ക് പേന കൊടുത്ത ആൾക്കാരുണ്ട്. ഈ ആദ്യ മനുഷ്യന്മാർ എന്താ ചെയ്യുന്നത്? ആളുകളുടെ പണം കൊള്ളയടിക്കുക. മജ്ലിസുൻ നൂറും മഹദറത്തുൽ ബദരിയയും അടക്കമുള്ള നമ്മുടെ നാടുകളിൽ നടക്കുന്ന ചൂഷണങ്ങളുടെ അടിസ്ഥാനം ജനങ്ങളുടെ പണം ചൂഷണം ചെയ്യുക. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുക. സിയമ്മടവൂരിന്റെ കറാമത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, മരിക്കുന്നതിന് മുമ്പ് തന്നെ കറാമത്തുകൾ ഇങ്ങനെ പറഞ്ഞ് നടന്ന് ആളുകളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള മാർഗം സ്വീകരിക്കുക. എന്ന് മാത്രമല്ല, പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ സാധുക്കളായ അണികളായ മനുഷ്യന്മാർ നേതാക്കന്മാരെ എതിരായി കൊണ്ട് ശാപസ്വരത്തിൽ സംസാരിക്കുകയാണ്. യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല, അല്ലാഹുവിനെയും റസൂലിനെയും ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഒന്ന് അന്ന് ചെയ്താൽ മതിയായിരുന്നു, പറ്റിപ്പോയി.
പിന്നെ എന്താ ഞങ്ങൾക്ക് പറ്റിയത്? വഖാലു, അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നാ തഅനാ സാദതനാ വകുബറാനാ, സയ്യിദന്മാരാണ്, സാദാത്യങ്ങളാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവർ പറയുന്നത് അനുസരിച്ചു പോയി. ഫഅദല്ലൂന സബീല, അവർ ഞങ്ങളെ അങ്ങ് വഴി പിഴപ്പിച്ചു, അവർ ഞങ്ങളെ പിഴപ്പിച്ചു. റബ്ബേ, ഇനി എന്താ ചെയ്യുക? അത് നിന്റെ ലോകമാണ്. റബ്ബനാ ആതിഹിം ളഅഫൈനി മിനൽ അദാബ്, റബ്ബേ, ഇവർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണേ. വൽഅൻഹും ലഅനൻ കബീറാ, വലിയ ശാപം അവർക്ക് നൽകുകയും ചെയ്യണേ. അവിടെ വെച്ചിട്ട് വിലപിക്കും. അവിടെ വെച്ചിട്ട് സയ്യിദന്മാർക്കും കുബറാക്കന്മാർക്കും എതിരെ ഇവർ ഞങ്ങളെ പിഴപ്പിച്ചവരാണെന്ന് കൃത്യമായിട്ട് അവിടെ വെച്ച് മനസ്സിലാകും. പക്ഷെ തിരിച്ചു വരാൻ കഴിയില്ല, മടങ്ങി വരാൻ കഴിയില്ല. അതിനൊക്കെ ദുനിയാവിലാണ് ചാൻസ്. ചിന്തിക്കാൻ, ആലോചിക്കാൻ. നരകത്തിൽ വീണ ആളുകളോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ നിങ്ങൾ ഈ നരകത്തിൽ പെട്ടുപോയത്? വഖാലു, അവര് പറയും, ലൗ കുന്നാ നസ്മഉ, ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഔ നഖിലു, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഈ വെന്തരിയുന്ന നരകത്തിൽ വീഴൂലായിരുന്നു. ഒന്നും കേൾക്കൂല, ഒന്നും പഠിക്കൂല. ഒരു പുത്തംവാദികളാണ്. കേൾക്കരുത്, പോകരുത്, ചിരിക്കരുത്, ഞങ്ങൾ മനുഷ്യർക്കൊപ്പാണ്, ചിരിക്കരുത്, നോക്കരുത്, മിണ്ടരുത്, മരിച്ചാൽ കാണരുത് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ മനുഷ്യർക്കൊപ്പാണ്. ഭയങ്കരമായ യാത്രക്ക് അടിപൊളിയായി നടക്കുക. ഇത്രയേറെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട്, ശക്തമായി കൊണ്ട് വിവേചനം കാണിച്ച മനുഷ്യർ, അവരൊക്കെ ഇപ്പോൾ വലിയ സയ്യിദന്മാരാ. ശരി, അവിടെ ഒന്ന് മനസ്സിലാക്കുക. മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, മനുഷ്യരെ തൊള്ള കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരാ, കൽബിൻ്റെ ഉള്ളിൽ അള്ളാഹു മാത്രമായി വരണം നിനക്ക്. നിന്റെ ഏതേത് വിഷമങ്ങളുടെ ഘട്ടത്തിലും നിന്റെ കൽബ് റബ്ബിലേക്ക് മടക്കണം. ശിർക്ക് എന്ന് പറയുന്നത് വിഗ്രഹങ്ങളുടെ മുമ്പിൽ മാത്രമല്ല, അല്ലാഹു അല്ലാത്ത ശക്തികളുടെ മുമ്പിൽ, കേന്ദ്രങ്ങളുടെ മുമ്പിൽ നീ കൊണ്ടുപോയി വെക്കുന്നതും അതിന്റെ കൂട്ടത്തിലേക്കാണ് ഉൾപ്പെടുക. ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഫത്ഹുർ റബ്ബാനിയിൽ, ഇൻകാന വലാ ബുദ്ദ ലക മിനത് ത്വലബി, നിനക്ക് വല്ല ആവശ്യവും വന്നാൽ ഫത്ലുബ് മിൻഹു, അല്ലാഹുവോട് ചോദിച്ചോ. ലാ മിൻ ഖൽഖിഹി, സൃഷ്ടികളോട് പോയി ചോദിക്കേണ്ട. രോഗം മാറാൻ, വിഷമം തീരാൻ, സങ്കടം മാറാൻ, കടം വീടാൻ, ജോലി ശരിയാകാൻ നീ പോയിട്ട് ചോദിക്കേണ്ടതും സഹായം പ്രവർത്തിക്കും പടച്ചോന്റെ സഹായമാണ്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സൃഷ്ടി തന്റെ സൃഷ്ടികളോട് പോയി ചോദിക്കുന്നവനോടാണ്. അല്ലാഹുവിലേക്ക് ഇസ്തിഗാസ ചോദിച്ചോ. ഹുവൽ ഗനിയ്യു വൽ ഖൽഖു വൽ ഖൽഖു ജമീഉഹും ഫഖറാ, അവൻ സമ്പന്നനാണ്, ഐശ്വര്യവാനാണ്, ജനങ്ങളെല്ലാവരും ഫഖീറന്മാരാണ്. ലാ യംലികൂന ലിഅൻഫുസിഹിം, അവർക്ക് അവരുടെ കാര്യം തന്നെ ചെയ്യാൻ കഴിയൂല. വലാ ലിഗൈരിഹിം ദർറൻ വലാ നഫഅൻ, വേറെ ഒരാൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവരോട് എന്തിനാ പോയി പറയുന്നത്? ഇങ്ങനെ ഏത് കിതാബുകൾ നമ്മൾ തുറന്ന് വായിച്ചാലും അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് നമ്മളെ മടങ്ങി വരാനാണ്. എന്നാൽ ഈ ബിദ്അത്തിന്റെ കിതാബുകൾ മുഴുവൻ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു സൃഷ്ടി. മുഹയ്യിദ്ദീൻ വായിച്ചാൽ മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാനാണ്. റിഫായി മാല മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിയാൽ അവസാനം റിഫായി ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാനുള്ള വിവിധങ്ങളായ പോരിശകളാ പഠിപ്പിക്കുന്നത്. പോരിശ അങ്ങോട്ട് പറയാം എത്രത്തോളം എന്ന് വെച്ചാൽ റിഫായി ഷെയ്ഖ് മുഹയ്യിദ്ദീൻ ഷെയ്ഖിനേക്കാൾ ടോപ്പിലാന്ന് പറയാൻ വേണ്ടിയിട്ട് മുഹയ്യിദ്ദീൻ ഷെയ്ഖിന് ഇവിടുന്ന് ഇരുന്നാൽ 7 ആകാശം കാണാൻ പറ്റുന്ന പഠിപ്പിച്ചത് മുഹയ്യിദ്ദീൻ മാലക്കാരൻ. തെറ്റാണ്, സംഭവം ന്യായീകരിക്കണമെന്നില്ല. എന്നാൽ റിഫായി ഷെയ്ഖിന്റെ ആള് പോരിശയായി പറഞ്ഞിരിക്കുന്നത് റിഫായി ഷെയ്ഖിന് ഇരുന്ന ഇരുപ്പിൽ 7 ആകാശം പ്ലസ് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചത് വരെ കാണാൻ പറ്റും. തമ്മിൽ മത്സരിക്കാം. അവസാനം റിഫായി ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞ കിതാബ് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ നിങ്ങളുടെ കയ്യിലുണ്ട്, 314 ബാഗിലിരിക്കുന്നു, 314 313 വക മൗലിദൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ അല്ലാഹ് താഴെ, റിഫായി ഷെയ്ഖ് മേലെ. മുന്നം തൂടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കീകൾ എംബീദി വേണ്ടെന്ന് ചൊന്നോവർ. റിഫായി ഷെയ്ഖ് മക്കത്ത് ചെന്നപ്പോൾ അവിടെ തവാഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ശബ്ദമുണ്ടാക്കി ഉന്നം തുടി മുട്ടിയൊക്കെ ചെന്നപ്പോൾ മക്കീകൾ എംബീദി വേണ്ടെന്ന് ചൊന്നോവർ. ഇതൊന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖ് വല്ലാതെ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് മതിലുമ്മേ തൻ്റെ ആ സാധനങ്ങളൊക്കെ കിട്ടി അങ്ങ് തൂക്കിയിട്ടു. ഞാൻ ഇനി അനങ്ങൂല, ഞാനിനി ഇവിടുന്ന് പോകൂല, ഇനി വേണമെങ്കിൽ കഅബ എന്നെ തവാഫ് ചെയ്യണം. കേട്ടിട്ടുണ്ട് നമ്മൾ എവിടെയെങ്കിലും?
ഇതാണ് മാലയിലുള്ളത്. റിഫായി മാലക്കാരൻ പറയാണ്, അങ്ങനെ റിഫായി ഷെയ്ഖ് ഇങ്ങനെ നിന്നുകൊടുത്തു. കഅബാലയം ഇളകി തുടങ്ങി, തവാഫ് ചെയ്യാൻ തുടങ്ങി. ഇളകി തുളുമ്പുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാ വിളിച്ചോവർ. കഅബ ഇങ്ങനെ ഇളകി മറിയാൻ തുടങ്ങിയപ്പോ മേലെന്ന് അല്ല വിളിച്ചു, റിഫായി എന്തിനാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞാൻ പരിഹരിച്ചു തരൂലേ, അത് ഈ പ്രശ്നം ഉണ്ടാക്കല്ലേ. അല്ല ഇങ്ങനെ അപേക്ഷിക്കുകയാണ്. അപ്പൊ ആരാ അവിടെ വലുത്? അവിടെ റിഫായി ഷെയ്ഖ വലുത്. ഒളിവർ റിഫായി എന്നല്ലാ വിളിച്ചോവർ. അല്ല വിളിച്ച് അപേക്ഷിച്ചപ്പോഴാണ് ഒന്ന് അങ്ങനെയാണെങ്കിൽ ശരിയാക്കി തരാം. ഏത് വായിച്ചോ, ഏത് മഞ്ഞക്കുളം മൗലിദ്, ഓരോ നാട്ടിൽ ഓരോന്നാണ്. ഓരോ നിലക്കുമുള്ളത് ഉണ്ടാക്കിയെടുത്തിട്ട് ജനങ്ങളെ ആ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ധാരാളം സംഭവങ്ങളും കൃതികളും ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി പഠിപ്പിക്കപ്പെടുകയാണ്. ഈ കുത്തുബിയത്തൊക്കെ ചൊല്ലുന്ന മനുഷ്യന്മാർ എന്താ പറയുന്നത് വായിച്ചു നോക്കിയിട്ട് അറബി അറിയാത്തതുകൊണ്ട് യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അദാഇ ബിൽ മദദി മുജീറ ഇർദി വഖുദ് ബിയദി മദാ മദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയ്യദ്ദീനി. എൻ്റെ സഹായമേ, എൻ്റെ നേതാവേ, എൻ്റെ അവലംബമേ, ശൈഖേ, ശത്രുക്കളിൽ നിന്ന് എന്നെ സഹായിക്കണേ. ആരാ? മുഹ്യിദ്ദീൻ ശൈഖിനോടാണ്. 1000 തവണ ചോദിക്കാണ്. ഇനി എപ്പോഴൊക്കെയാണ് ചോദിക്കുന്നത്? കലന്നസ്രായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹ്യിദ്ദീൻ കാവലിലേകല്ലാ. മരിക്കണ സമയത്ത് ഞങ്ങൾക്ക് മുഹ്യിദ്ദീൻ ശൈഖിന്റെ കാവല് കൊണ്ടല്ലാ. മരിക്കണ സമയത്ത് മുഹ്യിദ്ദീൻ ശൈഖിന്റെ കാവല് കൊണ്ടല്ലാ. സൂർവിളി കേട്ടിട്ട് ഒക്കെ പുറപ്പെട്ടാൽ സുൽത്താൻ മുഹ്യിദ്ദീൻ കാവലിലേകല്ലാ. സൂർ എന്ന കാഹളത്തിൽ ഊതിയിട്ട് ഖിയാമത്ത് നാൾക്ക് പുറപ്പെടുമ്പോൾ മുഹ്യിദ്ദീൻ ശൈഖിന്റെ കാവല് കൊണ്ടല്ലാ. ചുട്ടുപെരുത്ത തറമേൽ നിൽക്കും നാൾ ചോക്കർ മുഹ്യിദ്ദീൻ കാവലിലേകല്ലാ. ചുട്ടുപഴുത്ത മഹ്ശറിന്റെ നിൽപ്പിങ്ങനെ നിൽക്കുമ്പോൾ മുഹ്യിദ്ദീൻ ശൈഖിന്റെ കാവല് കൊണ്ടല്ലാ. ഇത്തരത്തിലുള്ള ധാരാളം വരികളാണ്, വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഏതെടുത്ത് നോക്കിയാലും അബദ്ധങ്ങളുടെ മാലപ്പടക്കമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും നല്ല കലാം അല്ലാഹുവിന്റെ കലാമാണ്, സംസാരം. ഏറ്റവും നല്ല ചര്യയോ ഖൈറുൽ ഹദിയു ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ ചര്യയാണ് ഉത്തമമായ ചര്യ. ആ പ്രവാചകൻ പഠിപ്പിച്ചതെല്ലാം നന്മയാണ്. ആ നബിതങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഖൈറ് സ്വീകരിക്കലാണ് നമ്മുടെ മാനദണ്ഡം. നബിതങ്ങൾ അവിടുന്ന് പ്രത്യേകം പഠിപ്പിച്ചു, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഓരോ കാര്യങ്ങളും പറയാം. ഖബർ സന്ദർശിക്കാൻ പറഞ്ഞു. നമ്മൾ ഖബർ സന്ദർശനം ഉള്ളവർ തന്നെയാണ്. പക്ഷേ നമ്മളെ മക്കാമിൽ കാണാനില്ല, നമ്മളെ ദർഗയിൽ കാണാനില്ല, നമ്മളെ ഉറൂസിൽ കാണാനില്ല. അപ്പൊ അവർ പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് സിയാറത്തില്ല. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. എന്നാൽ നബി എന്താ പഠിപ്പിച്ചത്? ലാ തത്തഖിദൂ ഖബരി ഈദാ. നിങ്ങൾ എൻ്റെ ഖബറിനെ ആഘോഷ കേന്ദ്രമാക്കരുത്. ഖബർ സിയാറത്ത് ചെയ്യണം, മരണത്തെ ഓർക്കണം, പരലോകത്തെ ഓർക്കണം. ഖബർ ആഘോഷ കേന്ദ്രമാക്കരുത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ഒരു വിഗ്രഹമാക്കി മാറ്റരുത്, ഒരു ആരാധന വസ്തുവാക്കി മാറ്റരുത് റബ്ബേ. നബിനെ പറ്റിയാണ് നബി പ്രാർത്ഥിക്കുന്നത്, ആ കൊളുത്ത് കാക്കരുത്. മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പ് നബിതങ്ങൾ പറയാണ്, അവിടുന്ന് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. യഹൂദി നസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. അവരുടെ അമ്പിയാക്കന്മാര് മരിച്ചാൽ അവർ അവിടെ മസാജിദുകളാക്കി, സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റും. അമ്പിയാക്കന്മാരുടെ ഖബർ പോലും ആരാധിക്കാൻ പാടില്ല. നിങ്ങളത് ചെയ്യരുത്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന ഉലൈക ഇദാ കാന ഫീഹിം റജുലു സ്വാലിഹു ഫമാത്, ഒരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചാൽ ബനൗ വലാ ഖബ്രിഹി മസ്ജിദ, അവരുടെ ഖബറുകൾ എടുപ്പുണ്ടാക്കി ഉയർത്തി കെട്ടും. വസവ്വറു ഫീഹി തിൽക സുവറ, അതുപോലെ തന്നെ അവിടെ ചിത്രങ്ങൾ, രൂപങ്ങൾ ഉണ്ടാക്കി വെക്കും. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഏറ്റവും ശർറായ മനുഷ്യന്മാർ അവരായിരിക്കും. അപ്പോൾ ഈ പണികൾ ചെയ്യരുത് എന്നാണ് അർത്ഥം. എന്നാൽ നമ്മുടെ നാട്ടിലെ പള്ളികളിലേക്ക് അല്ലെങ്കിൽ മക്കാമുകളിലേക്ക് ദർഗകളിലേക്ക് പോണത് ഖബർ സിയാറത്ത് കണ്ടാണ് പോണത്. ഭീമാപള്ളി ഉമ്മച്ചി മുതലിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയാൽ ഉള്ളാളത്തെ സയ്യിദ് മദനി വരെയുള്ള കേരളത്തിൽ 100 കണക്കിന് ദർഗകൾ, അല്ലെ, ഇന്ത്യയിൽ മാത്രം 4600-ലേറെ ദർഗകളുണ്ട്, മക്കാമുകൾ ഇന്ത്യയിൽ.
അതിൽ കേരളത്തിൽ എത്ര ഉണ്ട്? ധാരാളുണ്ട്. ആരാ അവിടെ പോണോര്? ഈ പറഞ്ഞ ഈ വിശ്വാസം അർപ്പിച്ച് രോഗം മാറാൻ, കടമ്പ് ഇടാൻ, പ്രയാസം മാറാൻ നേരെ പോണത് ഇവിടുക്കാണ്. നേരത്തെ ഖുർആൻ പഠിപ്പിച്ചതൊക്കെ നേരെ തിരിച്ചാണ്. ഖബർ കണ്ടപ്പോൾ പൊട്ടിക്കരയുകയാണ് സ്വഹാബത്ത്. ഖബർ അവരെ വല്ലാതെ പരലോകം ചിന്തിപ്പിക്കുകയാണ്, മനസ്സ് അലിയിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഖബർ സിയാറത്തിന്റെ പേരിൽ നടക്കുന്ന ഉറൂസുകളിൽ ആനയിളകുകയാണ്. അമ്പാരികളുണ്ട്, ചന്തമേളങ്ങളുണ്ട്, വാദ്യമേളങ്ങളുണ്ട്, കെട്ടിഘോഷങ്ങളുണ്ട്, വലിയ ആഘോഷങ്ങൾ നടക്കാണ് ഖബറിന്റെ ചാരത്ത്. ഖബറിന്റെ സിയാറത്തിന് ആന, അതിനെന്തിനാ ബാൻഡ് മേളം, അതിനെന്തിനാ ഗാനമേള? ഇത് അതിന്റെ സ്ഥലമാണോ? ഇല്ല. ഖബർ എന്ന് പറയുന്നത് മനുഷ്യ നിന്റെ പരലോകത്തെ ഒന്നാമത്തെ വീടാണ്. ആ ബോധം നമുക്കുണ്ടാവണം. എന്ന് മാത്രമല്ല, ഈ മരണപ്പെട്ട മനുഷ്യരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ സങ്കടം പറഞ്ഞാൽ വല്ല കാര്യവുമുണ്ടോ? ഉണ്ടെന്നാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇവരുടെ പ്രിയപ്പെട്ട നേതാവ് എൻ അലി മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതി വെച്ചിരിക്കുകയാണ്, മരണാനന്തരം മനുഷ്യന്റെ സർവ്വ കഴിവുകളും നശിക്കുന്നു എന്നത് മുശ്രിക്കുകളുടെ വാദമാണ്. മരിച്ച കഴിവൊന്നും തീരൂല, അങ്ങനെ വിശ്വസിക്കുന്നത് മുശ്രിക്കീങ്ങളുടെ വാദമാണ്. എന്നാൽ മരണാനന്തരം മനുഷ്യന്റെ കഴിവ് നശിക്കുകയല്ല, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കഴിവ് കൂടാത്രേ. മരിച്ചു എന്ന് കേട്ടോ, കഴിവുകൾ ഇങ്ങനെ കൂടി കൂടി വരും. വേറൊരു നേതാവ്, ഒരു കാമിൽ സഖാഫി, അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് പേജുകളുടെ തുടക്കം ഹെഡിങ് എന്താണെന്നറിയോ? കഴിവുകൾ മരണശേഷം. മരിച്ചവർ കാണുന്നു, മരിച്ചവർ കേൾക്കുന്നു, മരിച്ചവർ സഹായിക്കുന്നു, മരിച്ചവർ സംസാരിക്കുന്നു, മരിച്ചവർ നിസ്കരിക്കുന്നു, മരിച്ചവർ സഞ്ചരിക്കുന്നു, മരിച്ചവർ ഭക്ഷിക്കുന്നു, മരിച്ചവർ സംവദിക്കുന്നു. പിന്നെ മയ്യിത്തെന്ന് പറയേണ്ടിയില്ല. ഇതൊക്കെ ചെയ്യുമെങ്കിൽ പിന്നെ ആ മനുഷ്യനെ മരിച്ചു എന്ന് പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇവർ ഇതുണ്ട്, ഇത്ര വരെ ആ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കും. വേറൊരു നേതാവ് നെല്ലിക്കുത്ത് ഉസ്താദ് എഴുതി വെക്കുകയാണ്, മരിച്ചുപോയവർക്ക് ഇരിക്കാനും അദ്ദേഹം എഴുതിയാണ്, മരണത്തോടെ എല്ലാ കഴിവുകളും മുറിഞ്ഞു പോകുമെന്ന വിശ്വാസം ഭീകരമായ അപകടമാണ്. ആർക്ക് അപകടം? നിങ്ങൾക്ക് അപകടമാണ്. ആളുണ്ടാവില്ല അവിടെ നിന്നും, ഉറൂസിനും ആൾ വരില്ല. മരണത്തോടെ എല്ലാ കഴിവുകളും മുറിഞ്ഞു പോകുമെന്ന വിശ്വാസം ഭീകരമായ അപകടമാണ്. മരിച്ചുപോയാൽ ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്നതിന്റെ തത്വം എന്താണ്? മരിച്ചുപോയവർക്ക് ഇരിക്കാനും നിൽക്കാനും പിടിക്കാനും നോക്കാനും കഴിയും, പരസ്പരം ബന്ധപ്പെടാനും സാധിക്കും. ഫോൺ വിളിക്കുക, ചോദിക്കുക, സുഖല്ലേ, ഇവരൊക്കെ ഞാൻ കല്യാണത്തിന് പോകുക കേട്ടോ. എന്നാ പിന്നെ എന്തിനാണ് ഈ മരിച്ചു എന്ന് പറയുന്നത്? ഇത് മലയാളത്തിൽ എഴുതിയ പുസ്തകങ്ങൾ അവസ്ഥ ഇതായിരിക്കെങ്കിൽ അറബിയിൽ എഴുതിയത് എങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മളൊന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതിനേക്കാൾ മോശം ഖബർ സിയാറത്തിന്റെ അവസ്ഥയാണ്. ആരാണ് ഖബറിൽ കിടക്കുന്നത്? നബിയാണോ? വലിയാണോ? അവരാണെങ്കിൽ പോലും പറ്റില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ ഖബറുകളിൽ കിടക്കുന്നതാരാ? കോഴിക്കോട് CM മടവൂരിന്റെ മർക്കസിൽ കിടക്കുന്ന മനുഷ്യനെ പറ്റി എഴുതുന്നു, ചിറ്റടിമേത്തൽ അബൂബക്കർ എന്നായിരുന്നു പേര്. കറാമത്ത് എന്തൊക്കെയാണ്? കറാമത്ത് നമസ്കരിക്കാറില്ലായിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞോ? ഈ സ്ഥലത്തേക്കാണ് പോണത്. കുട്ടികളില്ലാത്തവർ വരെ CM മടവൂരിന്റെ മർക്കസിൽ പോയിട്ട് അവിടെ പോയിട്ട് മക്കാമിൽ പോവുകയാണ്. ആ സാധുക്കൾക്ക് അറിയണ്ടോ? ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന ഈ മനുഷ്യൻ കല്യാണം കഴിച്ചിട്ട് ഭാര്യനെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് കുട്ടി ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ നാട്ടുകാർക്ക് കുട്ടി ഉണ്ടാവുക? ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ നാട്ടുകാർക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഈ ഖബറുകളുടെ തുള്ളിച്ചാട്ടങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും പെരുകുമ്പോൾ എത്ര സ്ഥലത്ത് ആന കുത്തേറ്റ് മരിച്ചു എന്ന് പറഞ്ഞ ഉറൂസുകളുടെ കോലം എന്താണ്? പെരുമ്പടപ്പ്, പുത്തമ്പള്ളി, വെളിയങ്കോട് ഭാഗത്ത് മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്തൊരു മഖബറയുണ്ട്. മുനമ്പത്ത് ബീവി എന്നാണ് സ്ഥലത്തിന്റെ പേരെന്നെ. ആ ഖബറിൽ ആരാ കിടക്കണെന്ന് നിങ്ങൾക്കറിയോ? അവർ പറയുന്നുണ്ട്, മുനമ്പത്ത് ബീവിന്റെ പ്രത്യേകത എന്താ? ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല. ഉമ്മമാരെ ശ്രദ്ധിച്ചോക്കി, ഇവിടേക്കാണ് നമ്മൾ പോണത്. ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരും പേരറിയൂല, സ്ഥലം ഏതാന്നറിയില്ല, ആളെ നാട് ഏതാന്നറിയില്ല, അഡ്രസ് അറിയൂല, മുസ്ലിമാണോ എന്നറിയില്ല. വെളിയങ്കോട് ഉമർ ഖാദി, കുഞ്ഞുമരക്കാർ, ഷഹീദ് അവരൊക്കെ ജീവിച്ച നാട്ടിൽ ജീവിച്ച വ്യക്തിയാണ്. മതിയോ? അത്ര മതിയോ നമുക്ക്? അങ്ങനെയാണെങ്കിൽ പോലും പറ്റുമോ? ഇനിയും ഒന്നും കൂടി കടന്നങ്ങോട്ട് പോയാൽ തൊട്ടപ്പുറത്ത് കൊല്ലം ജില്ലയിൽ ഓച്ചിറ ഭാഗത്ത് ചെന്നാൽ ആരാ ഖബറിൽ കിടക്കുന്നത്? മാതൃഭൂമി പത്രത്തിൽ വന്നു, ഓച്ചിറ ദാമോദരൻ യാത്രയായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഖബർ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ദാമോദരനൊന്നുമല്ല, ഇത് ഞങ്ങളാളാണ്. അതെങ്ങനെ ആയത്? ഖബർ കിട്ടണം. അപ്പൊ ഖബർ ഉണ്ടാക്കി കെട്ടി പൊക്കി പച്ച പെയിന്റ് അടിച്ചു, ഒരു 150 ഉറുപ്പിന്റെ സിമെന്റ് ചെലവുള്ളൂ.
പിന്നെ നല്ല ഷാൾ മേടിച്ചിട്ടു, ഒരു 10-150 രൂപ അതിന് ചിലവുണ്ടായി. ഒരു നഷ്ടമില്ല, ഫുള്ള് ലാഭല്ലേ. പിന്നെ വലിയൊരു പെട്ടി കൊണ്ടുവച്ചു. സയാമി സിരട്ടകളെ പോലെ എവിടെ മക്കാമുണ്ടോ അവിടെ പെട്ടി ഉണ്ടാകും, എവിടെ പെട്ടിണ്ടോ അവിടെ മക്കാമുണ്ടാവും. നല്ല വരുമാനമായി. പക്ഷേ ആൾക്കാർ കൊണ്ടുവന്ന് പൈസ ഇടണമെങ്കിൽ ദാമോദരൻ നിട്ട പൈസ വീഴൂല. ഉടൻ ഖബറിന്റെ പേര് മാറ്റിയിട്ടു ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പോയിക്കോളിയും, ഇന്ന് പോയിക്കോളിയും, ഇന്നും അവിടെ ഉണ്ട്. കാഞ്ഞങ്ങാട് പരിസരത്ത് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കിയും, ഖബറിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. 2 അവയവം മാത്രം, മുട്ടും തല. ഔലിയ റളിയല്ലാഹു അൻഹു. എന്താ കിട്ടിയത്? ആ ഖബറിലുള്ളത് 2 അവയവാണ്, ഒരു കാൽമുട്ട്, ഒരു തല. പേരിടാൻ പേരില്ലാത്തതുകൊണ്ട് മുട്ടും തല. ഔലിയ റളിയല്ലാഹു അൻഹു. ഞാൻ എത്ര കൊല്ലം ഇത് പറയാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ പല ട്രോളുകൾ വന്നിട്ടും ഇതിനൊരു അടിക്കുറിപ്പ് ഒരു മനുഷ്യൻ കുറിച്ചിട്ടില്ല. പറയാൻ കഴിയുന്നില്ല, എതിർക്കാൻ കഴിയുന്നില്ല. എൻ്റെ സുഹൃത്തുക്കളെ, ഇങ്ങനെ നടക്കുന്ന ഖബറുത്സവങ്ങളും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളും എന്തിനേറെ ഈ ഏറ്റവും ഒടുവിൽ നമ്മുടെ നഷ്ടപ്പെട്ട സാധനം കാണാഞ്ഞിട്ട് അവിടെ പോയൊക്ക CM മടവൂരിൻ്റെ കേന്ദ്രത്തിലെ മർക്കസിലെ ഭണ്ഡാരപ്പെട്ടി കള്ളം കൊണ്ടുപോയിട്ട് പോലീസ് നായ വന്നിട്ട് പരിശോധിച്ചിട്ടാണ് കിട്ടിക്കുന്നത്. പിന്നെ എങ്ങനെ നമ്മളെ സ്വർണം പോയാൽ അവിടുന്ന് കിട്ടുക? സകല മക്കാമുകളുടെയും മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്. മൂപ്പർക്ക് പറ്റാഞ്ഞിട്ട്, മൂപ്പരെ മക്കാമ് നോക്കാൻ പറ്റാഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിരിക്കണം CCTV നിരീക്ഷണത്തിൽ ഞങ്ങൾ പോണത്. ഇതൊന്നും ചിന്തിക്കാത്ത ഒരു കൗമ നമ്മുടെ നാട്ടിലുണ്ട്. എന്തിലൊക്കെയോ ചെന്ന് അബദ്ധങ്ങൾ ചെന്ന് കുടുങ്ങിപ്പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും താല്പര്യപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചൂഷകന്മാരുടെ വലയിൽപ്പെട്ടു പോകാതിരിക്കാനുള്ള വലിയ ശക്തമായ ഒരു താക്കീതാണിത്. അള്ളാന്റെ ദീന് പഠിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. സ്വലാത്ത് എന്നതിൻ്റെ പേരിൽ, ദിക്റിന്റെ പേരിൽ എന്തെല്ലാമുള്ള ചൂഷണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കണം, ഈ സ്വലാത്തിലേക്ക് പൈസ ഇട്ടിട്ടാണ് ഇന്നാൾക്ക് കുട്ടികളുണ്ടായത്, പിന്നെ കൊടുക്കൂലേ? ഈ സ്വലാത്തിൽ വന്ന് ഇരുന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് ആ വെള്ളം കുപ്പി നാക്കിയിട്ട് ആ വെള്ളത്തിൽ ഊതിയപ്പോഴാണ് മറ്റേയാളെ ക്യാൻസർ മാറിയത്. ഇന്നയാൾക്ക് ഡയാലിസിസ് ഉണ്ടായിരുന്നു, സത്താറിന് ഡയാലിസിസ് ചെയ്തിരുന്നു. ഇനി 1 വേണ്ട 3 വേണ്ട എന്ന് മൂപ്പരങ്ങ് പ്രഖ്യാപിച്ചു. കറാമത്തുണ്ടെന്നാ പറഞ്ഞ്. മൂപ്പര കണ്ണിന് ചെറിയ സുഖമില്ലാതെ കണ്ണിന് തിമിരം ബാധിച്ചു. ഈ പറഞ്ഞ 3 ഡയാലിസിസ് മാറ്റാൻ കഴിവുള്ള ആളുണ്ടല്ലോ, ആ മനുഷ്യന് തിമിരം ബാധിച്ചിട്ട് ഞങ്ങളെ പട്ടാമ്പിക്കാൻ വന്നതും പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക്. അവിടെ ഒരു വലിയ എബൈറ്റ് എന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട്. ഇനി പോയി കണ്ടിട്ട് ആരും ഓടിപ്പോണ്ട, ഞാൻ പരസ്യം പറഞ്ഞല്ല, നമുക്ക് അറിയാൻ വേണ്ടി പറയാ. ഈ ആശുപത്രിയിൽ മൂപ്പര പരസ്യം അവിടെ ചെന്ന സ്ക്രീനിൽ ഇങ്ങനെ കാണാം, എൻ്റെ അസുഖം മാറിയത് ഇവിടെ വന്നപ്പോഴാണ്, എൻ്റെ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല. 3 ഡയാലിസിസ് മാറ്റാൻ കഴിവുള്ള മനുഷ്യൻ മൂപ്പര കണ്ണിന് സുഖമില്ലാതായിട്ട് ഓടിയിട്ട് അങ്ങോട്ടാണ് വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പലതരം വെള്ളം വെക്കുന്ന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ, പലതരം അസുഖങ്ങൾക്ക്. അവിടെ എന്താ പറയാ, മൗത്തിന്റെ വെള്ളം എന്നൊക്കെ പറഞ്ഞ് പല വെള്ളം വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഓർക്കൊക്കെ സുഖമില്ലാതെ ആംബുലൻസിൽ വലിയ വലിയ ആശുപത്രിക്ക് ഓടുന്നത്. ഇത് മനസ്സിലാക്കാത്ത കൗമ്, ഏലസും ചരടും ഐക്കല്ലും അഭയം പ്രാപിക്കുന്നവർ. ഏലസ് കിട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തവനാണ്. അങ്ങനെ എന്തെടുത്ത് വായിച്ചോ, ഇസ്ലാമിന്റെ അടിത്തറയിലേക്ക് കടന്നു വന്നോ.